വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE ഷാർജയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ അതിഥി എന്ന് പറയുന്നത് അൽ ഹദ്ബൂർ ഗ്രൂപ്പിൻ്റെ ഗൾഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആൻഡ് സപ്ലൈസിൻ്റെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവായ മിസ്റ്റർ രാജു വർഗീസ് പത്തനംതിട്ടയാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. സർ, വളരെ സന്തോഷം തോന്നുന്നു. കാരണം പത്തനംതിട്ട ജില്ലയിൽ നിന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പ് താങ്കളൊരു പ്രവാസ ജീവിതം ആരംഭിക്കുക, അതിനുശേഷം വളരെ വലിയ സാംസ്കാരിക സാമൂഹിക സംഘടനകളൊക്കെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കുക, ഇപ്പോൾ വലിയൊരു ജോലിയുമായി താങ്കൾ പ്രവാസ ജീവിതം നയിക്കുക. താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നൊന്ന് വിശദമാക്കാം. ഞാൻ 27 വർഷമായി മൊത്തം ഗൾഫിലായിട്ട്. മസ്കറ്റ്, ബഹ്റിൻ, സൗദി അറേബ്യ, ലാസ്റ്റ് ഇവിടെ UAE. ആദ്യം ഞാൻ പോകുന്ന മസ്കറ്റിലാണ്. കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞു. ഏകദേശം 20 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മസ്കറ്റിലേക്ക് പോയി. അപ്പം ഒരു സെയിൽസ്മാൻ്റെ വിസയിലാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് ലേബർ, ആ ഒരു ഹെൽപ്പറുടെ പണി ചെയ്യേണ്ടി വന്നിരുന്നു. അങ്ങനെ വളരെ സാധാരണ നിലയിൽ നിന്ന് താഴ്ന്ന നിലയിൽ നിന്ന് തുടങ്ങി പടിപടിയായിട്ട് പല രാജ്യങ്ങളിൽ മാറി. സ്വപ്രയത്നം കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒക്കെയുണ്ട് ഇവിടെ വരെ എത്തി എന്ന് പറയാം. ഇപ്പോൾ താങ്കൾ ജോലി ചെയ്യുന്ന അൽ ഹദ്ബൂർ ഗ്രൂപ്പ് UAE വളരെ പ്രശസ്തമായ ഒരു കമ്പനിയാണ്. അതിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത്? താങ്കളുടെ മേഖല, പ്രവൃത്തി, പരിചയം? അൽ ഹദ്ബൂർ ഗ്രൂപ്പിൻ്റെ 14 ഡിവിഷനുകളിലൊന്നായ ഗൾഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആൻഡ് സപ്ലൈസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ അതിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഞാൻ. ഔട്ട്ഡോർ സെയിലാണ്. ഞങ്ങളുടെ പ്രോഡക്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയതും മോണോപ്പൊളി ആയിട്ടുള്ള, അതിന് UAE ഏജൻസിയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ മറ്റ് ഓയിൽ ഫീൽഡിലേക്ക്, ഹാർഡ്വെയറിലേക്ക്, ബിൽഡിംഗ് മെറ്റീരിയലിലെ, ഓട്ടോ പാർട്സിലൊക്കെ ഞങ്ങളാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. വളരെ ഫേമസ് ആയ 2-3 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WD-40 ഉണ്ട്. അതുപോലെ തന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണ് വാട്ടർ ഡിസ്പേഴ്സൺ. അതുപോലെ തന്നെ ബൈസൺ കിറ്റ്, കാർപ്പൻട്രി, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ വളരെ അത്യാവശ്യമായ ഫേമസ് ആയ പ്രോഡക്റ്റാണ്. മറ്റൊന്ന് ബെയറിങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും ക്വാളിറ്റി ഉള്ളതുമായ എസ്കേപ്പ് ബെയറിംഗ്. ഇങ്ങനെയുള്ള ഒരു 10-15 പ്രോഡക്റ്റ്സ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അതിൽ ട്രേഡേഴ്സിൽ അവർക്ക് സപ്ലൈ ചെയ്യുന്ന സെയിൽസിലാണ് ഞാൻ. സർ, ഇപ്പോൾ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയായ കേരള സമാജം ഷാർജ, അതിൻ്റെ ഫൗണ്ടർ മെമ്പറായിരുന്നു താങ്കൾ. ഇപ്പോൾ ജനറൽ സെക്രട്ടറിയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടായി. താങ്കളുടെ സംഘടന പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ, പ്രവാസി മലയാളികൾക്ക് ഗുണകരമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സത്യത്തിൽ ഇവിടെ സംഘടനകൾക്ക് ക്ഷാമമില്ല. നമുക്കറിയാം, പഞ്ചായത്തുകൾ തോറും അങ്ങനെ നേരത്തെ അധികം സംഘടനകളിലായിരുന്നു. ഇപ്പോൾ അങ്ങനെ വാർഡുകൾ തോറും വരെ സംഘടനകളായിരിക്കുകയാണ്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും സംബന്ധിച്ച് വളരെ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തുവാകട്ടെ, അപ്പം പല സംഘടനകളും ഇവിടെ ഉള്ളത് ഒന്നുകിൽ അത് പ്രാദേശികമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജാതീയതമായ അടിസ്ഥാനമായിരിക്കാം, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബേസിൽ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ലക്ഷ്യം കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള ആൾക്കാർക്ക് ജാതിമത ഭേദമന്യേ പങ്കെടുക്കാവുന്ന അത്തരം ഒരു സംഘടന എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുട്ടികളിൽ ധാരാളം കലാവാസനകളുള്ളവരുണ്ട്, പ്രൊഫഷണലായിട്ടുള്ളവരുണ്ട്, പലരും വെക്കേഷൻ നാട്ടിൽ പോകാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു വേദി ഒരുക്കുക. അതോടൊപ്പം തന്നെ പല വീട്ടമ്മമാരും ഒക്കെ, പല കുടുംബങ്ങളുമൊക്കെ ഒന്നിച്ചൊരു ഗെറ്റ് ടുഗദർ ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഇതിന് ഞങ്ങൾ ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്. ചാരിറ്റി ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലൊന്നാണെങ്കിലും ഇവിടുത്തെ പല സംഘടന അത്രയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ മറച്ചു വയ്ക്കുന്നുമില്ല. പരമാവധി ഞങ്ങൾ ചെയ്യാവുന്ന അവസരങ്ങളിൽ ചാരിറ്റി ചെയ്യാറുണ്ട്. സർ, ഇപ്പോൾ രാജു വർഗീസ് പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയകളിലൂടെയും അതിനേക്കാൾ ഉപരി പല മാഗസിനുകളിലും പല പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ കവിതകളാലും
അത് സാഹിത്യ രചനകളായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ കവിതകളിൽ എനിക്ക് തോന്നുന്നു മടക്കയാത്ര ഒരു നല്ല കവിതയായിട്ട് അറിയാം. അതുപോലെ തന്നെ ഒരുപാട് കവിതകൾ. ഈ ഒരു താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു കവിതാ രംഗത്തേക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കവിതയുടെ ആശയം എന്തായിരുന്നു? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ മലയാളം പഠിപ്പിച്ചിരുന്ന ഒരു യോഹന്നാൻ സാറായിരുന്നു. കുമ്പളാംബിക സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഖനാൻ പാലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന യോഹന്നാൻ സാറൊരു സമസ്യ എന്ന് പറയുന്നത്, കാരണം ഒരു കവിതയുടെ 4ാമത്തെ ലൈൻ ഇട്ട് തന്നിട്ട് ബാക്കി എഴുതാമോ എന്ന് ഞങ്ങളോടൊക്കെ ചോദിച്ചു. ഏതാ ഞാൻ അന്ന് രാത്രി പോയിരുന്ന് എഴുതി, പലരും എഴുതിക്കൊണ്ട് വന്നു. ആ സാറത് വാങ്ങിച്ചു, ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം വന്നിട്ട് സാറെ അത് പറഞ്ഞു, ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കവിത എഴുതിയ ഒരാളുണ്ട് ഇതിനകത്തിൽ, നല്ല ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാനത് വിശ്വസിച്ചില്ല, ഞാൻ ചുമ്മാ മണ്ടത്തരമാണെന്നുള്ള ധാരണയായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരം ഒരു ആത്മവിശ്വാസം വന്നു, എനിക്ക് കവിതകളൊക്കെ എഴുതാമല്ലോ എന്നുള്ളത്. പിന്നീട് ഞാനങ്ങനെ നാട്ടിലെ ചില മാഗസിനിലൊക്കെ എഴുതി. അങ്ങനെ പ്രവാസ ജീവിതം തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കഷ്ടപ്പാടുകൾ, പലരും പ്രവാസത്തിൻ്റെ നേരറിവുകൾ, പ്രവാസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നാട്ടിൽ പലരും അറിയുന്നില്ല. നമ്മളൊക്കെ ഒരു പൊയ്മുഖങ്ങളല്ലേ, ഇവിടുന്ന് ചെന്നു നമ്മുടെ കഷ്ടപ്പാട് നാട്ടിൽ അറിയാൻ നമ്മളായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. നമ്മൾ ഗൾഫുകാരനായിട്ട് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ വളരെ പുറമോടിയൊക്കെ കാണിച്ച് ഇതാണ് നമ്മുടെ ലൈഫെന്ന് നിർഭാഗ്യവശാൽ നാട്ടിലുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില അറിവുകൾ അതെനിക്കൂടെ അനുഭവപ്പെട്ടാണ്. ഞാനത് ഇപ്പം ഈ ഒരു അവസ്ഥയിരിക്കുമ്പോഴും ഞാനത് കണ്ടറിഞ്ഞതല്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവത്തിൽ കൂടെ ഇവിടെ വരെ വന്നയാളാണ്. അപ്പോൾ എൻ്റെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ കൂടുതലും പ്രവാസികളുടെ നമ്പർ ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ പിന്നീട് എനിക്ക് മറ്റൊന്നും എഴുതാനുള്ള സമയം കിട്ടിയിട്ടില്ലെന്നുള്ള സത്യം. ഒരുപക്ഷെ അത് എഴുതാൻ പറ്റുമായിരിക്കാം. പ്രവാസികളുടെ നൊമ്പരമാണ് കൂടുതലും താങ്കൾ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. പ്രധാനപ്പെട്ട കവിത, അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഞാൻ നിർമ്മാണത്തൊഴിലാളി എന്നൊരു ഇത് എഴുതിയിട്ടുണ്ട്. അത് മലയാള മനോരമ പത്രത്തിൽ വന്നിരുന്നു. ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ. പിന്നെ ഒരു അശ്രുപൂജ എഴുതിയിട്ടുണ്ട്. ഇപ്പം മടക്കയാത്ര ഇവിടെ പറഞ്ഞത്, ഗൾഫുകാരൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ അവൻ്റെ അവസ്ഥ, അവനെപ്പറ്റി മറ്റുള്ളവർ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകൾ, പിരിവുകാരുടെ അതിപ്രസരങ്ങൾ, നമുക്കത് എത്രമാത്രം ഈ പ്രതീക്ഷകൾ നമ്മൾ മടങ്ങി ചെല്ലുമ്പോഴത്തേനും ധാരാളം ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കൊണ്ടുചെന്നില്ലെങ്കിൽ എന്തായിരിക്കും നാട്ടിൽ നിന്നുള്ള അവരുടെ പലരുടെയും നമ്മളോടുള്ള പെരുമാറ്റം, അവസാനം എങ്ങനെയാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരേണ്ടി വരുന്നത്, ആ ഒരു ഗതികേട്ട ഒരു പ്രവാസിയുടെ ചിത്രം വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഇതാണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ഷെയർ ചെയ്ത് സ്വന്തം ഭാര്യയ്ക്ക് അയക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് കണ്ടോന്നുള്ള രീതിയിൽ. സാറേ, ഇനിയിപ്പോൾ താങ്കൾ എഴുതിയ ഒരു കവിത, എനിക്ക് തോന്നുന്നു മടക്കയാത്ര നല്ലൊരു കവിതയായിരിക്കും. അത് വലിയൊരു കവിതയാണ്. അപ്പോൾ അതിൽ ഓരോ വാക്കുകളും നമുക്ക് ഹൃദയസ്പർശിയാണെങ്കിൽ തന്നെയും സമയപരിമിതി മൂലം അതിൻ്റെ കുറച്ച് വരികൾ ചൊല്ലിയാൽ വളരെ നല്ലതായിരിക്കും. സ്നേഹമില്ല ശാപതാടനമെന്ന പോൽ സാരിയൻ മോന്തയ്ക്കെറിഞ്ഞെൻ്റെ ഭാര്യ, ഗൾഫുകാരെല്ലാരും പവനഞ്ചിൽ കുറയാതെ തന്നെ പ്രേയസിക്കെത്തിയിടുമ്പോൾ, കൊണ്ടുവന്നതോ ഈ നാണമില്ലാത്തവൻ തെണ്ടിയെന്നോത്തുവോ കെട്ടിയോളെ, അച്ഛൻ വരുമ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ അർജന്റാണെന്നറിയിച്ച എൻ മൂത്തമോൻ, ശൂന്യമായൻ പെട്ടി നോക്കിയിട്ടേതുമേ ചൊല്ലാതെ നോക്കിക്കടന്നുപോയി ദേഷ്യത്തിൽ. 5-6 വർഷമായി പേർഷ്യയിലായ നീ ഉണ്ടാക്കിയില്ലല്ലോ വീട് പോലും, അപ്പുറത്തെ തോമ ഫ്ലാറ്റൊന്നു വാങ്ങിച്ചു ക്വാളിസും കൊണ്ടോസും എത്രയെന്നോ, പെങ്ങന്മാർ രണ്ടുണ്ടു കെട്ടിക്കുവാനെന്നതോർത്തോടാ നിന്റെ സുഖവാസത്തിൽ, അച്ഛൻ്റെ കുറ്റപ്പെടുത്തലു പിന്നെയും അമ്മയും കൂടുന്നു ശൗര്യമോടെ, ദുബായിക്കാരവിടെ ഫാമിലിയായിട്ടു ജീവിക്കുന്നതെന്തേ നീ കണ്ടില്ലെന്നു, എൻ്റെ മോൾക്കായതിന് യോഗ്യത പോരായോ അമ്മായി അച്ഛനും വൃദ്ധനായി. ഇങ്ങനെ ഓരോരുത്തരും വന്നു, പെട്ടികളും ഒക്കെ പറഞ്ഞുകൊണ്ട് അളിയന്മാർക്ക് വിസ വേണം, പെങ്ങന്മാർ നോക്കുന്നു, ഏട്ടന്മാർ പലരും വന്ന് നമ്മുടെ പെട്ടി ശൂന്യമാണ്, ഇതൊക്കെ കണ്ട് അതൊന്നുമില്ലെന്നറിഞ്ഞപ്പോഴത്തേനും നമ്മളുള്ള അവരുടെ ആ ഒരു പരിഗണനകളൊക്കെ കുറഞ്ഞു വന്നു. കവിതയുടെ അവസാനം അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. പിരിവുകാരൊക്കെ വരുന്നു, നമുക്ക് കൊടുക്കാൻ കാര്യമായിട്ടൊന്നുമില്ല അറിഞ്ഞു, അവർ നമ്മളെ മൈൻഡ് ചെയ്യാതായി. അങ്ങനെ വന്നപ്പോഴും നമ്മളെ വളരെ നൊമ്പരപ്പെടുക. ലീവ് കഴിഞ്ഞു വരുന്നു, സമയം എന്നാലും ഇനി 1 മാസം കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എപ്പോഴോ പാസ്ബുക്ക് നോക്കി നടുങ്ങിയൻ നഗ്നമാം ബാലൻസ് കണ്ടു ഭാര്യ, നിങ്ങളെന്നാണിനി തിരികെ പോകുന്നതു ചോദിച്ചൻ പാതി തുടർന്നീ വണ്ണം, കൂട്ടുകാരാരും വന്നിടുമെങ്കിലും മാലയും വളയും മോൻ്റെ കമ്പ്യൂട്ടറും
വീക്കവും കഴിഞ്ഞ എൻ്റെ ആങ്ങളയ്ക്കായൊരു വിസയും ടിക്കറ്റും മറക്കുവേണ്ട. ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം, ധർമ്മസങ്കടം കാണുവാൻ ആരുമില്ലേ. ഇരുളിൻ്റെ കനനവും ഗർഭത്തിലേക്കു ഞാൻ ഓരോരോ ചുവടുകൾ നീക്കി വെച്ചു. ഒരു കൈയിൽ പാസ്പോർട്ടും ടിക്കറ്റും, മറുകൈയിൽ അണപൊട്ടും കണ്ണുനീർ രൂപിക്കൊണ്ടു. അപ്പോൾ താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചില്ല. കുടുംബത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ താങ്കളോടൊപ്പം ഇവിടെയുള്ളത്? നാട്ടിൽ എവിടെയാണ് താങ്കളുടെ സ്വദേശം? നാട്ടിലെ വിശേഷങ്ങൾ, കുടുംബ വിശേഷങ്ങൾ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര പഞ്ചായത്തിൽ മുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ മദർ ഞാൻ മസ്കറ്റിലുണ്ടായിരുന്ന സമയത്ത് 25 വർഷം മുമ്പ് മരിച്ചു. അതുപോലെ ഞാൻ ബഹറിലുണ്ടായ സമയത്ത് ഫാദർ മരിച്ചു. ഞങ്ങൾ 7 മക്കളിൽ ഞാൻ 7ാമത്തെയാണ്. മക്കൾ സഹോദരങ്ങളൊക്കെ നാട്ടിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. ഞാനിവിടെ ഏകദേശം 14 വർഷമായിട്ട് ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. ഭാര്യ റേച്ചൽ മിനി വടശ്ശേരിക്കരക്കാരിയാണ്. ഇവിടെ ഉണ്ട്. മൂത്ത മകന് ജസ്റ്റിൻ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ +2. രണ്ടാമത്തെ മോള് ജസ്ലീന +1 അവിടെ തന്നെ പഠിക്കുന്നു. ആൾ ഒരു നല്ല നർത്തകിയും കൂടെയാണ്. മൂന്നാമത്തെ മകൻ ആൾഡ്രിൻ 2nd സ്റ്റാൻഡേർഡിലും അവിടെ പഠിക്കുന്നു. ഇതാണ് നമ്മുടെ കുടുംബം. താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ട് വിരുന്നിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംവദിച്ചതിൽ വിരുന്നിൻ ടീമിൻ്റെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു.